ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അരിയെല്ലാം എടുത്ത് വെച്ചു. അതിനി പൊടിക്കാനായിട്ട് കൊണ്ടുപോവാണ്. ഇപ്പം ഇച്ചിരി നേരം തെളിഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. മഴയ്ക്ക് മുന്നേ പോയി ഞാനത് പൊടിപ്പിച്ചുകൊണ്ട് വരട്ടെ. അത് കൊണ്ടുവന്നേച്ച് മൊത്തം എനിക്ക് വറുത്തെടുക്കണം. പിന്നെ 4 മണിക്കത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ പോയിട്ട് വരാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ പോയി അരി പോയൊക്കെ പൊടിച്ച് മില്ലിൽ പോയിട്ട് വരട്ടെ. ഞാൻ മില്ലിലൊക്കെ പോയി അരിയൊക്കെ പൊടിച്ചോണ്ട് വന്നു കേട്ടോ. അരിയൊക്കെ പൊടിച്ചോണ്ട് വന്ന് ഇനി ഇത് വറക്കണം. ഞാൻ 7 കിലോ പൊടിയുണ്ട് കേട്ടോ. 7 കിലോ പൊടിയും വറുത്തെടുക്കണം. 7 കിലോ പൊടിയുണ്ട്, അത് വറുത്തെടുക്കണം. തവി പോയി എല്ലാം തോന്നി ഇതിൻ്റെ തവി. ഇതായിരുന്നു കേട്ടോ, തവിക്കണം മാറിപ്പോയി. തവിക്കണം മാറിപ്പോയി. വെളി നല്ല കാറ്റ്. എന്നാലും ഞാൻ പോയിട്ട് വരുന്നത് വരെ മഴ പെയ്തില്ല കേട്ടോ. അങ്ങനെ ഒരു സമാധാനമുണ്ട്. തെളിച്ചമായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് മൊത്തം നനഞ്ഞു പോയായിരുന്നേ. സ്കൂട്ടറും കൊണ്ട് പോകുന്നതുകൊണ്ട് ഇവിടെ അരിപ്പൊടിക്കലൊക്കെ എൻ്റെ ജോലി കേട്ടോ. പൊടിക്കാനുണ്ട്. അപ്പം അല്ല ഭയങ്കര മഴയൊക്കെ ആണെങ്കിൽ ചേട്ടൻ പോയിട്ട് വരും, അതേ ഉള്ളൂ. ഇതിനകത്തോട്ടിട്ട് കുറേ 2 പ്രാവശ്യം 3 പ്രാവശ്യമായിട്ട് വറക്കണമെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇത്രയും കൊള്ളുള്ളൂ. ഒത്തിരി ഇട്ട് ഇളക്കാൻ പാടായിരിക്കും. 3 പ്രാവശ്യമായിട്ട് വറക്കണം. അപ്പം ഞാനിത് വറക്കുന്നതിന് മുമ്പ് ഉണ്ടല്ലോ, 4 മണിക്കത്തേക്കുള്ള ബോണ്ടായിക്കുള്ള മാവൊക്കെ ഞാൻ രാവിലെ കുഴച്ച് വെച്ചായിരുന്നു. ശർക്കര, പിന്നെ ജീരകം, ഏലക്ക, പഴം, ഗോതമ്പ് പൊടി, ഇത്രയാണ് ബോണ്ടായിക്കാനടുത്ത്. ബോണ്ട ഉണ്ടാക്കാനായിട്ടാണേ, അത് ഉണ്ടാക്കട്ടെ. 4 മണി പലഹാരം. ഈ മഴയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതെ ഭയങ്കര വിശപ്പാണ് എല്ലാവർക്കും. അതെ, എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഭയങ്കര വിശപ്പാണ് എല്ലാവർക്കും. ഇവിടെ എല്ലാവർക്കും വിശപ്പൊക്കെയാണ്. എണ്ണ ഇച്ചിരി ചൂടാണോ? നേരത്തെ എണ്ണ നല്ലപോലെ ചൂടാണോ തോന്നിട്ട്. വീട്ടിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെങ്കിൽ 4 മണിക്കത്തേക്ക് എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. എന്ന് ഇളക്കി കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ അത് അടക്കി പിടിക്കും. പിന്നെ അതിനകത്ത് ശകലം സോഡാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കാണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കിയിട്ട് വേണം എനിക്കിനി പൊടി വറക്കാനായിട്ട്. 4 മണിക്കത്തേക്കുള്ള എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തിട്ടാണെങ്കിൽ സ്വസ്ഥമായിട്ടൊന്ന് പൊടി വറക്കാമല്ലോ. എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ചിടുന്നതായിരിക്കും നല്ല കേട്ടോ. ഇല്ലെങ്കിൽ അകം വേഗത്തില്ല, പുറം മാത്രം വെന്ത് കിട്ടും. നമ്മുടെ ബോണ്ടയൊക്കെ ഇവിടെ കിടന്ന് സെറ്റാട്ടെ.
ഇതൊക്കെ മില്ലിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വരുന്നതന്നെ. പിന്നെ ഇത് ചെറിയ ചെറിയ കട്ട 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 പോലെയാണ്. അതൊക്കെ ഒന്ന് പൊടിച്ചൊന്ന് സെറ്റാക്കട്ടെ. നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അരിക്കുന്നില്ല, ഞാൻ വറുത്തേച്ച് അരിച്ചെടുക്കുന്നുള്ളൂ. ഒന്നിച്ചിരി പൊടിച്ച് വെക്കാൻ തീരുമാനിച്ചതെന്ന് ഇനിയിപ്പോൾ ഈ മഴയും ഒക്കെ അല്ലേ, എപ്പോഴാണ് കറണ്ട് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇനി അരി അരയ്ക്കാനൊക്കെ പറ്റാതെ വന്നാൽ ഇച്ചിരി പൊടിയൊക്കെ വറുത്ത് വെച്ചേക്കുവാണെങ്കിൽ അന്നേരം രാവിലത്തെ കാപ്പി ഉണ്ടാക്കലൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് നടക്കും. ഇത് വേഗട്ടെ. നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ബോണ്ടയൊക്കെ സെറ്റായി കേട്ടോ. തീരെ കുറച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിലുണ്ടല്ലോ ഇത് പുറം കരിയും ഉള്ളു വേഗയില. പിന്നെയും മഴയൊക്കെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു മുമ്പേ. ഇനി ബാക്കിയും കൂടെ. നമ്മുടെ ചാനലിന്റെ പേരൊക്കെ മാറ്റിയതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം തോന്നി. നമ്മുടെ വിജി പറഞ്ഞു പഴയ പേര് മതിയായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ വിജി പറഞ്ഞു പഴയ പേരായിരുന്നു നല്ലതെന്ന് പറഞ്ഞു. അത് വിജിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തോന്നുന്നതായിരിക്കും കേട്ടോ. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടായിട്ടാണ് പറഞ്ഞത്. നല്ല പേര് മാറ്റിയത് നന്നായി എന്നൊക്കെ പറഞ്ഞു, നല്ല ഇതാന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ അടുത്ത ട്രിപ്പും ഇട്ടു. ഇനി ഇതെല്ലാം വെന്നിച്ചിരി കടുങ്കാപ്പിയോട് എടുത്തിട്ട് എല്ലാവർക്കും കൂടെ കൊടുക്കണം. മഴയൊക്കെ ഉള്ള സമയത്ത് നല്ല ചൂട് ബോണ്ടേ കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. മഴയും ഒക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും മഴ മടുത്തു തുടങ്ങിയല്ലേ. എനിക്ക് അങ്ങനെ അല്ലാട്ടോ. എനിക്കിപ്പോഴും മഴ ഭയങ്കര ഇഷ്ടമാണ്. മഴ പെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. തുണിയൊക്കെ ഉണങ്ങിയാലും ശരിയാണ് എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ചൂട് സഹിക്കാൻ പറ്റത്തേ ഇല്ല. നമ്മുടെ ഇന്നത്തെ വൈകിട്ടത്തെ വീഡിയോ ഒക്കെ ചെറിയ വീഡിയോ ഒക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ ഈ ചെറിയ വീഡിയോ എന്ന് പറയുന്ന ദിവസം ഉണ്ടല്ലോ വീണ്ടും അങ്ങ് പോകും. അവിടെ ഞാനൊന്നും പറയുന്നില്ല. ഇന്ന് എപ്പോഴും ഞാൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒരു വീഡിയോ ഞാനിങ്ങനെ സ്റ്റോക്ക് ഇന്നെടുക്കുന്ന വീഡിയോ നാളെയായിരുന്നു ഞാൻ മിക്കപ്പോഴും ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് വൈകുന്നേരം വരെയുള്ള വീഡിയോ എല്ലാം എടുത്തേച്ച് അങ്ങനെ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ച് ദിവസം ആയിക്കൊണ്ട് ഞാൻ അന്നെന്നുള്ളത് എടുത്തേച്ച് അന്നും തന്നെ ഇങ്ങനെ അപ്പോൾ ഉച്ച വരെയുള്ളത് എടുക്കാൻ പറ്റും. നമുക്ക് എഡിറ്റ് ചെയ്യണം, 3 മണിയാകുമ്പോഴത്തേക്ക് വീഡിയോ ഇടണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് താമസം വരും. വൈകിട്ടത്തെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ വൈകിട്ടത്തെ ഇത് എടുത്ത് വെച്ച് ഇത് ഇനി അടുത്ത ദിവസം ഇടിച്ച് പിന്നെ നമുക്ക് ഓരോ ദിവസം വീഡിയോ ഇങ്ങനെ ഇതായിട്ട് എടുക്കാൻ പറ്റും. ഭയങ്കര താമസം വരും. എന്തെങ്കിലും അറിയോ, ഇതെല്ലാം എടുത്ത് കഴിഞ്ഞ് എല്ലാവർക്കും ചോറും ഒക്കെ കൊടുത്തേച്ചാണ് എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒരു ഫോണോ എന്തെങ്കിലും വന്ന് പോയെങ്കിൽ തീർന്നു അന്നത്തെ ദിവസത്തെ കാര്യം. ഇതിവിടെ കിടന്ന് നോക്കട്ടെ. 4 മണിക്കത്തേക്കുള്ള ബോണ്ടയൊക്കെ സെറ്റായി കേട്ടോ. അതിൻ്റെ കൂടെ ഇച്ചിരി കട്ടൻ കാപ്പിയും കൂടെ എടുക്കുകയാണ്. അവരെല്ലാം ഞാൻ കാപ്പി കൊണ്ടില്ലെന്ന് നോക്കിയിരിക്കുകയാണ്. ഞാനിത് ഈ ബോണ്ടാന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇച്ചിരി തീ കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ ഇത് വേഗത്തുള്ള നീ, അതാണ് ഒരു പ്രശ്നം. അയ്യോ എൻ്റെ ഫോണ് പോയി. അല്ലല്ല ഇത് വേഗത്തില്ല. പിന്നെ ഇതും കൂടെ ഉള്ളൂ. ഇതും കൂടെ വെന്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റായി. കാപ്പി എടുക്കാൻ നേരത്തേക്ക് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി പൊടി വറക്കാനായിട്ട്. അച്ഛൻ്റെ സൗണ്ട് ബാ കഴിക്കാം. ഇങ്ങനെ നമ്മുടെ 4 മണിക്കത്തെ ബോണ്ടായി കട്ടൻ കാപ്പി. കാപ്പി കുടിയും 4 മണിക്കത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞേട്ടോ. ഇനി വീണ്ടും നമ്മൾ നമ്മുടെ പണിയിലേക്ക് പോവാണ്. അവരെല്ലാം അവിടെ കാപ്പിയൊക്കെ കുടിച്ചിരുന്ന് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് അങ്ങനെയൊക്കെ ഇരിക്കാനുള്ള സമയമില്ല. ചില ദിവസം എനിക്ക് ഇതുപോലെ കേട്ടോ, സന്ധ്യ ആയാലും എൻ്റെ പണി തീരുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിലൊക്കെ ചില ദിവസം എന്നാൽ ഒരു പണിയില്ല, പെട്ടെന്ന് പണിയും തീരും. പിന്നെ ചുമ്മാ ഇരിപ്പായിരിക്കും പരിപാടി. ചുമ്മാ ഇരിക്കാൻ ഇങ്ങനെ സമയം കിട്ടാറില്ല. എന്തെങ്കിലുമൊക്കെ ജോലി കാണും ഒന്നേരും. അപ്പം നമ്മുടെ അരിപ്പൊടിയൊക്കെ ഒന്ന് നല്ലപോലെ വറുത്തെടുക്കട്ടെ. ഇച്ചിരി നല്ലപോലെ വറുത്തെടുക്കണം, അല്ലെങ്കിൽ ഇത് കുറേ ദിവസം വെക്കാനുള്ളതായതുകൊണ്ടേ.
പിന്നെ എല്ലാവർക്കും മഴയൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ, ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ മഴ വേണ്ടെന്നാ തോന്നുന്നു എല്ലാരും പറയുന്നത്. തുണിയൊക്കെ ഉണങ്ങാനൊക്കെ താമസിക്കുമ്പോഴത്തേക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട് ഇപ്പൊ എല്ലാരും മഴ. പക്ഷെ മഴ പെയ്യട്ടെന്നേ, ഇച്ചിരിയോടെ ഒക്കെ നല്ലപോലെ പെയ്യട്ടെ. ഇനിയിപ്പൊ മഴ പെയ്യാൻ കിടക്കുന്നല്ലേ ഉള്ളൂ. 2 ദിവസം മഴ പെയ്തപ്പോഴേ ഉണ്ടല്ലോ എല്ലായിടത്തും വെള്ളപ്പൊക്കവും ഒക്കെ ആയിരുന്നു. ചിരട്ടത്തവി കൊണ്ടാണ് ഞാൻ ഇളക്കുന്നത്, അത് നമുക്ക് പിടിക്കാൻ എളുപ്പമുണ്ട്. ഈ തവി ഇച്ചിരി പരന്ന സൈസ് തവിയാണ്, അതുകൊണ്ട് നമുക്ക് ഇളക്കാനും പറ്റും. ചട്ടം പിടിക്കുമ്പോഴത്തേക്ക് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് കൈ തോന്നും. ഓരോ ദിവസം കഴിയുന്നവരും എണ്ണി ഇരിക്കുന്നു. പിള്ളേർക്ക് ഇനി സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. മഴ ചാറാൻ തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഒന്ന് വറുത്തൊക്കെ എടുക്കട്ടെ. അപ്പനും മോളും കൂടെ വൈകിട്ട് ഇറങ്ങിയേച്ച്. എന്നാ മേടിച്ചത്? ആണോ? ഓ, ശകലം പോലും കഴിക്കാനുള്ള മൂടില്ല ഇപ്പൊ. ഇനി പോകുന്നുണ്ടോ പാസറെ? ഇനി വണ്ടിയൊന്നും വരാനില്ലല്ലോ. എന്നാ പിന്നെ ഗേറ്റ് അടച്ചേറാ, വെറുതെ എന്നത്. അത് മേടിക്കാൻ പോയതാണോ മോള്? മഴ പെയ്തായിരുന്നോ നിങ്ങൾ പോയി കഴിഞ്ഞ്? അത് കൂടെ മേടിച്ചു. ഞാൻ പറഞ്ഞു മേടിച്ചു വെച്ചു. തല്ലിക്കൊല്ലും ഞാൻ, തല്ലിക്കൊല്ലും സത്യം. കള്ളം പറയില്ല, മിണ്ടത്തില്ല നിന്നോട്. ഇനി ഞാൻ പോവാ, പോ. എനിക്ക് വെജിന്റെ ആണോ? ഓപ്പൺ ചെയ്. ഓപ്പൺ ചെയ്യട്ടെ, ഓപ്പൺ ചെയ്യട്ടെ, കാണട്ടെ. കഴിക്കാൻ യാതൊരു മൂടും ഇല്ല എനിക്ക്. ഇവരൊക്കെ കഴിച്ചത് ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കഴിച്ചു. ഇച്ചിരി കഴിഞ്ഞ് കഴിക്കുക. ഇച്ചിരി കഴിഞ്ഞ് എന്നാ കഴിക്കടി, ആർക്കും ഇപ്പൊ വേണ്ടെങ്കിൽ. എന്നാ പിന്നെ വൈകിട്ട് അത് ഉണ്ടാക്കിയല്ലായിരുന്നു ഇതൊക്കെ മേടിക്കുന്നുണ്ട്. നിങ്ങൾ എന്നിട്ട് എന്നോട് പറഞ്ഞായിരുന്നോ ഇത് മേടിക്കൂന്നുള്ള കാര്യം? നീ കഴിച്ചോ? എനിക്ക് അത് മുറിച്ച് വിളക്കണച്ചേച്ച് മുറിച്ചിട്ട് ശരിക്കും മുറിഞ്ഞിട്ടില്ല. മുറിച്ചെടുക്ക്. അത് മുറിച്ച് പീസാക്കി വെച്ചേക്കുന്നേ. അതെല്ലാം വീഴിച്ച് സോസ് എടുക്കടാ. ഷർട്ട് വിടുകയല്ല, ഒന്നുമില്ല. എന്നാ സോസ് എടുക്കടാ. സോസ് വേണ്ടേ? സോസ് വേണ്ടേ? കൊള്ള വെച്ച് വേണ്ട വേണ്ട, കഴിച്ചോ. എന്നാ ഈ ടൊമാറ്റോ സോസ് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കത്രി അവിടെ ഇരിക്കൊണ്ടെടുക്കണ്ടോടാ. അത് ചില്ലി സോസാണ്. ആ, ഇതിനകത്ത് ഇടുന്നതാ. ഇതും കൂടെ ഇതിനകത്ത് ഇരുന്നിട്ട് കഴിക്കണം, എന്നാലേ ടേസ്റ്റ് കിട്ടുള്ളൂ. സോസ് ഇനി കഴിച്ചു. വേണോടാ സോസ്? വേണോടാ? യാതൊരു ഇൻട്രസ്റ്റ് തോന്നില്ല എനിക്ക് കഴിക്കാനായിട്ട്. കഴിക്കാം, ചൂടെ കഴിയട്ടെ. ഒരു മൂടില്ല. ഒരെണ്ണം അച്ഛൻ എടുത്തു കൊടുക്കടാ. എന്നാ പിന്നെ ഞാൻ അച്ഛനോട് ഒന്നിച്ച് കഴിച്ചോളാം. ഞാൻ കഴിച്ചോളാം, ഇച്ചിരി കഴിഞ്ഞ് കഴിച്ചോളാം. എന്നാ കഴിക്കാം. ഇതിനകത്ത് ടൊമാറ്റോ സോസും കൂടി ഇട്. ആ, കഴിക്കേ. വേണോ അച്ഛൻ ടൊമാറ്റോ സോസ്? മര്യാദക്ക് തിന്ന്. തിന്നടി മര്യാദക്ക്. നമ്മുടെ 7 കിലോ അരിയുടെ പൊടിയും വറുത്ത് കഴിഞ്ഞു കേട്ടോ. എല്ലാം മങ്ങലുണ്ടോ? അതിൻ്റെ കണ്ണിൻ്റെ ആണോ?
എന്നെ ആണെങ്കിലും ഒരു മങ്ങല് പോലെ എനിക്ക് തോന്നിട്ടെങ്കിൽ അത് പൊടി വല്ലതും പറ്റിയ ക്യാമറയിൽ എന്നാന്നറിയോ, ശരിക്കും മടുത്തു പോയി കേട്ടോ. ഇത് നോക്കട്ടെ, ഇത് പൊടിയെ പറ്റിയേക്കുന്നാണെന്നൊരു സംശയം ആണെന്ന് തോന്നുന്നു. പൊടി പറ്റിയതായിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പം മങ്ങലങ്ങ് മാറിയ പോലെ എനിക്ക് തോന്നുന്നു. പൊടി മൊത്തം വറുത്ത് കഴിഞ്ഞു, ഇവിടെ മുഴുവനുമായി കേട്ടോ. പൊടി അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോഴേ നമ്മളിതങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇളക്കുമ്പോഴത്തേക്ക് കുറേശ്ശെ അവിടെ ഇവിടെ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുന്നു, കുറേശ്ശെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടങ്ങ് തെറിക്കും പൊടി മൂത്ത് കഴിയുമ്പോഴത്തേക്ക്. ഇനി ഇത് തണുത്തിട്ട് വേണം ഇനി ഇത് അരിച്ചെടുത്ത് ടിന്നിനകത്താക്കി വെക്കണം. എന്നിട്ട് ഇതിനി കിടക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനും മോളും കൂടെ ഒക്കെ റോഡിലൊക്കെ പോയിട്ടൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നതൊക്കെ കണ്ടല്ലോ. കുറേ നേരത്തെ പണിയായിരുന്നു കേട്ടോ. ഇനി ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം, തുടച്ച് പൊടിയൊക്കെ വീണേക്കുന്നതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഇനി. അല്ലെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും കണ്ടല്ലോ വൃത്തികേടായിട്ട് കിടക്കും അടുക്കള. ഒരു നനഞ്ഞ പൊടി കൊണ്ട് വേണം തുറയ്ക്കാനായിട്ട്. അപ്പം നമ്മുടെ പൊടിയെല്ലാം 4 പ്രാവശ്യമായിട്ട് ഞാൻ വറക്കേണ്ടി വന്നു കേട്ടോ. 4 പ്രാവശ്യം എടുത്ത് ഇത്രയും വറുത്ത് തീരാനായിട്ട് ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ഇതിനൊരു കുപ്പി വെള്ളം എടുത്ത് വെച്ചാൽ മൊത്തം തീർന്ന് കുടിച്ച്. അപ്പം 4 പ്രാവശ്യമായിട്ട് വറുത്ത് മൊത്തം തീർന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഇനി ഇത് അരിച്ചും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞ് കുളിയും കൂടെ കഴിഞ്ഞാൽ ഇനി എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാം. ഇനി കഴിക്കാനും വേണ്ട, ഒന്നും വേണ്ട, എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്നേ ഉള്ളൂ. കുറേ നേരം നിന്ന് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഭയങ്കര ക്ഷീണം എന്ന് വെച്ചാൽ കുറേ നേരം ആകുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റ നിന്ന് ഇളക്കല്ലേ. കൈയൊക്കെ നേണ്ടതുണ്ടോ വല്ലാതായി, കൈയൊക്കെ ഇങ്ങനെ ചുമന്ന് വല്ലാതായി. കൈയൊക്കെ ഇവിടെയൊക്കെ വേദന എടുക്കും നമ്മളിങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെയായിട്ട് ഇളക്കുമ്പോഴത്തേക്ക്. ഇവരെ വേറെ ആരെങ്കിലും കൊടുക്കാനായിട്ട് ആർക്കും അറിയത്തില്ല. ചേട്ടൻ അച്ഛനെ ഏൽപ്പിച്ചാലോ ചേട്ടനെ ആർക്കും അറിയത്തില്ല അത് ഇളക്കാനും എടുക്കാനൊക്കെ. നമുക്ക് മാത്രം അറിയാവുന്നതുകൊണ്ട് നമ്മൾ തന്നെ കിടന്ന് പണിയാവും. ഇപ്പം നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. വെളിയിൽ മഴ ചെറുതായിട്ടുണ്ട്. പിന്നെ ഇന്നലിട്ട് ഫേസ് പാക്ക് ഇട്ടേച്ച് വേണം എനിക്ക് കുളിക്കാനൊക്കെ. അപ്പം അതെല്ലാം കൂടെ ഒന്ന് ചെയ്ത് ഇനിയും കുറേ സമയം കൂടെ എടുക്കും. ഇനി എപ്പോൾ കിടക്കാനാണോ എനിക്കറിയാൻ വരാം. സമയം എന്നായോ? സമയം 8 മണിയാകുന്നു. എന്നാണേലും മൊത്തം ചെയ്തിട്ടേ കിടക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്താൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യട്ടെ. അപ്പം അന്നത്തേക്ക് തണുത്ത് കഴിഞ്ഞേച്ച് പിന്നെ അരിച്ചും കൂടെ വെക്കാം. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ. പൊടി വറുത്തത് കാണിച്ചില്ലായിരുന്നല്ലോ, വേണ്ടേ ഫുള്ള്. ഇതിനി ആറണം, ആറിയിട്ട് വേണം അരിച്ചെടുത്ത് വെക്കാനായിട്ട്.